ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഞാൻ ഇത് ഒരു സിംഗിൾ റീഡിംഗ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സെപ്പറേറ്റ് ആക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ഗൈഡൻസ് മെസ്സേജ് തരാം. ഇന്ന് നമ്മുടെ ന്യൂ മൂൺ ആണ്, അമാവാസിയാണ്, ആൻഡ് സോളാർ എക്ലിപ്സും ഉണ്ട്. സോ രണ്ടിൻ്റെയും കൂടി എനർജി ആയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് ആദ്യം ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ന്യൂ മൂൺ സമയങ്ങളിൽ ചെയ്യാനുള്ള റിച്വലിൻ്റെ ഒരു റിച്വൽ നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞുതരാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അതുകൂടി ഞാൻ ഇതിൽ ഒരേ സെയിം വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മെസ്സേജും കാണാം, അതേ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് റെമഡിയും ചെയ്യാം. ഓക്കെ, റെമഡി നിങ്ങൾ രാത്രി ഇന്ന് ചെയ്യാനുള്ളതാണ്, പറയാം ഞാൻ. ഓക്കെ, ആക്ച്വലി കൂടുതൽ എടുക്കണ്ട. ഓക്കെ, ലെറ്റ്സ് സീ, വേഗം പറയാം. ഓക്കെ, മെസ്സേജസ്. ഫ്രീഡം ഈസ് യുവേഴ്സ്, കോ ക്രിയേറ്റ് വിത്ത് ദ സ്പിരിറ്റ്, rebirth is assured, act as if. ഓക്കെ, ഒരുപാട് എടുക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് പോസിറ്റീവ് മെസ്സേജസ് എന്തെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, കറേജ് ടു സ്റ്റെപ്പ് ഇൻ ടു ലൈഫ്, ഗ്രൂപ്പ് തിങ്ക്, ട്രഷേഴ്സ് ഹിഡൻ ഇൻ ദ ഷാഡോസ്. ഐ തിങ്ക് ഇത് നാളൊരു ദിവസം വന്നിരുന്നു. റെവലേഷൻ, കംപ്ലീഷൻ. ഓക്കെ, ഓക്കെ, ഇവിടെ ഓക്കെ ഈ ഒരു അമാവാസി കഴിയുമ്പോൾ, ഓക്കെ, അതായത് ഈ അമാവാസി സമയങ്ങളിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ ആദ്യം പറയുന്നത്. ഫ്രീഡം ഈസ് യുവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് എന്തും ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആവണം എന്ന് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ചോയ്സ് എപ്പോഴും നിങ്ങളുടെയാണ്, തീരുമാനങ്ങൾ എപ്പോഴും നിങ്ങളുടെയാണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും. ചിലപ്പോൾ നിങ്ങളെ ഇങ്ങനെ രണ്ട് വഴിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം നിങ്ങളുടെയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുകൂടിയാണ്. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ആൻഡ് കോ ക്രിയേറ്റ് വിത്ത് സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് എല്ലാം ഞാൻ പറഞ്ഞില്ലേ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും. അപ്പോൾ ആ വഴിയിൽ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഓക്കെ, അത് കോ ക്രിയേറ്റ് എന്ന് പറയും. അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചില പ്ലാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അത് നിങ്ങൾ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എന്ന് മാത്രമാണ്. ഒരുപാട് ഫ്യൂച്ചർ പ്ലാനിങ് ഒന്നും ചെയ്യേണ്ട എന്ന രീതിക്കാണ്. നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ച് ഇപ്പോഴേ വറി ചെയ്യേണ്ട, പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചും വറി ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അത് യൂണിവേഴ്സ് കാണിച്ചു തരുന്നതാണ് എന്നുള്ള ധൈര്യത്തിൽ, വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ യൂണിവേഴ്സിൻ്റെ പ്ലാനിനൊത്ത് നമുക്ക് പോകാൻ സാധിച്ചാൽ, ആ ഫ്ലോയിൽ നമ്മൾ പോകാൻ സാധിച്ചാൽ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് ഇവിടെ റീബർത്ത് ഇസ് അഷ്വേർഡ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ആ മാറ്റം വരുത്താനുള്ള ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ തന്നെ കഴിവുണ്ട്. ഓക്കെ, ഇവിടെ റീബർത്ത് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലായാലും റീബർത്ത് വരും. അതായത് ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും പുതിയ ജോലി കിട്ടുന്ന കാര്യങ്ങളായിരിക്കാം, ഒരു ജോലി നഷ്ടപ്പെട്ടു വേറെ ജോലി കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും ബെറ്റർ റിലേഷൻഷിപ്പ് വരുന്നു. ഓക്കെ, ലൈഫിൽ ജസ്റ്റ് നിങ്ങൾ ഓവറോൾ നിങ്ങൾക്ക് നല്ലത് വരുന്നു എന്ന രീതിക്കൊക്കെ പറയാം. ഇത് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്ക് റിന്യൂവൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ഒരു എനർജി കഴിയുമ്പോൾ നമ്മുടെ സോളാർ എക്ലിപ്സും ഇതൊക്കെ ഒന്ന് വന്നു പോയി കഴിയുമ്പോൾ ഒന്ന് കലങ്ങി തെളിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആവാനുണ്ട്. ഓക്കെ, ആൻഡ് ആക്ട് ആസ് ഇഫ് എന്നാണ് പറയുന്നത്. നിങ്ങളോട് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹിച്ചതെല്ലാം അതിലേക്ക് ഞാൻ എത്തിയിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി എത്തി, എനിക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിൽ ഒരു വിഷ്വൽ ഇത് വെക്കാം. ഓക്കെ, അങ്ങനെ ജീവിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളത് കിട്ടുമോ എന്ന് ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വേണ്ട. ഓക്കെ, ഓൾറെഡി എനിക്ക് കിട്ടിക്കഴിഞ്ഞു, എനിക്ക് വേണ്ട നല്ല ബന്ധങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട ജോലി, എനിക്ക് വേണ്ടത്ര സാലറി, എനിക്ക് വേണ്ട വീട്, കാറ്, എന്ത് തന്നെയായാലും ശരി, നിങ്ങളത് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാം. ഓക്കെ, ആ രീതിക്ക് നിങ്ങൾ ചിന്തകളെ എനിക്ക് ആഗ്രഹിച്ചത് എനിക്ക് നേടാൻ സാധിക്കും, ഞാൻ നേടിയിരിക്കും, എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ആ ഒരു അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, നിങ്ങളുടെ മനസ്സ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ. നമ്മൾ ഓൾറെഡി എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ കിട്ടിയ ഫീലിംഗ് നിങ്ങൾ അനുഭവിക്കുകയാണ്. ലൈക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഞാൻ ആ കാറിലിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ആ പുതിയ എൻ്റെ വീട്ടിൽ കയറുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പുതിയ ഓഫീസിൽ പോയി ജോലി ചെയ്ത് നല്ലൊരു സാലറി ഞാൻ വാങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ആ ഫീലിംഗ് നിങ്ങൾ ഓർക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾ ഓൾറെഡി ജീവിക്കുക. അതൊരു വിഷ്വലൈസിങ് മെത്തേഡാണ്, അത് നിങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് കറേജ് ടു സ്റ്റെപ്പ് ഇൻ ടു ലൈഫ്. നിങ്ങൾക്ക് ധൈര്യം, കോൺഫിഡൻസ് ആണ് വേണ്ടത്. ഓക്കെ, എന്തും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ്. ഓക്കെ, കുറച്ച് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മിസ്റ്റേക്സ് വന്നാൽ വരട്ടെ. ഓക്കെ, കുറ്റപ്പെടുത്തും മറ്റുള്ളവർ, അത് നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ശ്രമിച്ചു എന്നുള്ളതാണ്.
ഓക്കെ, അത് മറ്റുള്ളവർക്ക് പറയാൻ ആ രീതിയിൽ അവർ കാണില്ല എന്ന് വെച്ചിട്ട് നമുക്ക് അത് പേടിച്ച് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്തും ശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാവാം. ഓക്കെ, ആൻഡ് അതാണ് നമ്മുടെ ധൈര്യം, കോൺഫിഡൻസ്. ഓക്കെ, ഞാൻ മിസ്റ്റേക്സ് ചെയ്താലും ഈ മിസ്റ്റേക്കിൽ നിന്ന് ഞാൻ പഠിച്ചിനി ഞാൻ ബെറ്റർ ആവും എന്ന കോൺഫിഡൻസ് നിങ്ങൾ വെക്കുക. ഓക്കെ, മറ്റുള്ളവർ എന്ത് പറയുമെന്ന് അധികമൊന്നും ചിന്തിക്കാൻ പോകരുത്, കാര്യമൊന്നുമില്ല, വെറുതെയാണ്. അവർ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞിരിക്കുക, അത് അവർക്ക് അതേ വേണ്ടു. നല്ലത് ചെയ്താലും കുറ്റം പറയും, മോശം ചെയ്താലും കുറ്റം പറയും. പിന്നെ ഇപ്പം എന്താ, നമുക്ക് എന്തോ ആയിക്കോട്ടെ. ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് തോട്ട്സ് ഉണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അതിനെ ഒന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഒരുപാട് മൈൻഡ് ഫുൾ എന്നാണ് തോന്നുന്നത് എനിക്ക്. പക്ഷെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പക്ഷെ ഫോക്കസ് നിങ്ങൾ ഒന്നിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിച്ചാൽ എന്താവും, നിങ്ങളുടെ മൈൻഡിൽ തന്നെ കൺഫ്യൂഷൻ ആവും അല്ലേ. സോ കുറച്ചൊന്ന് നിങ്ങൾ ക്ലാരിറ്റി കൊണ്ടുവന്ന് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് നിങ്ങൾ കൊടുക്കാം. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതിലേക്ക് ഫോക്കസ് കൊടുക്കാം. ആൻഡ് വില്ലോ ഓഫ് ദ വിസ്പ്, ഇത് ഐ തിങ്ക് നാളും വന്നിരുന്നു. നിങ്ങൾക്ക് ട്രഷേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ അത് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് നിങ്ങളെ അതിലേക്ക് എത്താനുള്ള വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ ആ യൂണിവേഴ്സ് കാണിക്കുന്ന വഴി കൂടെ നിങ്ങൾ നടക്കാൻ തയ്യാറായാൽ മാത്രം മതി. അവിടെ നിങ്ങൾ പേടിച്ച് നിങ്ങളൊന്ന് പിന്നോട്ട് മാറി വേറെ വഴി ചൂസ് ചെയ്താൽ അവിടെയാണ് നിങ്ങൾക്ക് ഡിലേസ് വരിക, നിങ്ങൾക്ക് പ്രോബ്ലംസ് വരിക. ഓക്കെ, സോ എന്താണോ യൂണിവേഴ്സ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് ആ വഴിയിൽ അങ്ങോട്ട് പോയി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രഷേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് കിട്ടും എന്നാണ് പറയുന്നത്. ആൻഡ് റെവലേഷൻ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ള മനസ്സിലാക്കലായിരിക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ വച്ചിരിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കൽ, നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ചുറ്റും നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തികൾ, അതിൽ ആരാ നല്ലത്, ആരാ നല്ലതല്ലാത്തത്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് നല്ലത്, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ക്ലോസിങ് ഡോറാണ്, കംപ്ലീഷനാണ്, ചേഞ്ച് എന്നും പറയാം. 5 ആണ് നമ്പേഴ്സ് ഓഫ് ചേഞ്ചിൻ്റെ കാര്യമാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ മാറ്റാനുണ്ട്. ഓക്കെ, ചിലത് അവസാനിപ്പിക്കാനുണ്ട്, അവസാനിപ്പിച്ച് മാറാനുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലത് നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ചിലത് പിന്നിൽ ഉപേക്ഷിക്കണം. ചില അടഞ്ഞ വഴികളെ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, അടഞ്ഞ വഴികളെ നോക്കി നിൽക്കാതിരിക്കുക. ആൻഡ് ഇവിടെ അഗെയിൻ ഇതൊരു പുതിയ സ്റ്റാർട്ട് പോലെയാണ്. കോൺഫിഡൻസ് ഇൻ യുവർ മാജിക്. നിങ്ങൾ അവനവനിൽ ട്രസ്റ്റ് വയ്ക്കുക. അവനവൻ്റെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് അവനവനോട് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുക, സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഈ എനർജി ചേഞ്ചസ് ഐ തിങ്ക് ഇപ്പോൾ ഈ ഒരു ഫുൾ മൂൺ നമ്മുടെ അമാവാസിയും സോളാർ എക്ലിപ്സിൻ്റെയൊക്കെ എനർജി ആയിട്ട് നിങ്ങൾ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾ ഫീൽ ചെയ്യും. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ധൈര്യത്തിൽ ചില എൻഡിങ്സ് സംഭവിക്കുന്നുണ്ടാവാം. ഓക്കെ, ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് അതൊരു പേടി പിടിക്കും അല്ലേ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ പേടിക്കണ്ട, എന്ത് തന്നെ വന്നാലും നിങ്ങളെ കറക്റ്റ് വഴിയിലേക്ക് നിങ്ങൾ എത്തിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, സോ നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എന്നൊക്കെ അതാണ്. ആൻഡ് നമുക്ക് ഇന്നത്തെ ഒരു റിച്വൽ ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, വേണ്ട കാര്യങ്ങൾ റെഡിയാക്കാം ആദ്യം. ഓക്കെ, ഞാനിത് മാറ്റി വെച്ചത് കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരേ റീഡിങ്ങിൽ ഇടാമെന്ന് വിചാരിച്ചത് രാവിലെ തന്നെ ഇത് അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഗൈഡൻസും കിട്ടട്ടെ ഇതും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സെക്കൻഡ് റീഡിംഗ് ആയിട്ട് ഞാൻ ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ലേറ്റായിട്ട് അപ്ലോഡ് ആവുള്ളൂ. സോ അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ലെറ്റ്സ് സി. ഞാൻ വേറെ 1-2 സാധനങ്ങൾ തയ്യാറാക്കാനുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് എടുക്കട്ടെ. ഓക്കെ, സോറി, ഞാൻ സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെയാണേ ഒന്ന് ഗ്യാദർ ചെയ്യായിരുന്നു. ഓക്കെ, നമ്മൾ സോളാർ എക്ലിപ്സ്, ന്യൂ മൂൺ, അമാവാസി ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ എനർജീസ് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്ത് നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് ബാലൻസിൽ കൊണ്ടുവരാൻ ചെയ്യാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ. ഓക്കെ, ആദ്യം തന്നെ ഫസ്റ്റ് തിങ് നമ്മൾ പറയാറുണ്ട്, ഇന്നത്തെ ദിവസം നിങ്ങൾ രാവിലെ തന്നെ ഞാനത് റീഡിങ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് സാധിച്ചാൽ ചെയ്യുക, ഉപ്പിട്ടിട്ട് കുളിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് കുളിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങിലും കൂടി ഞാൻ പറഞ്ഞു. ഉപ്പിട്ട് കുളിക്കുക എന്ന് പറയുമ്പോൾ തലയിൽ ഒഴിക്കരുത്, മുടിയിലാക്കരുത്. ഓക്കെ, നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഉപ്പ് റെഡിയാക്കി വെക്കുക, കലക്കിയൊക്കെ റെഡിയാക്കി അവിടെ വെക്കുക. അതിനുശേഷം ഒരു സ്പൂണൊക്കെ ഉപ്പെടുക്കാം. ഓക്കെ, അതിന് പകരം വേറെയും ചില സാധനങ്ങളൊക്കെ, കല്ലുപ്പാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ അത് അലിയണമല്ലോ. അപ്പം നിങ്ങൾ ഓൾറെഡി അതിനൊരു മഗ്ഗിലോ ഒരു പാത്രത്തിലോ അലിയാൻ അവിടെ റെഡിയാക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞാലേക്ക് എല്ലാം സോപ്പ് ഇട്ട ശേഷം ലാസ്റ്റിലാണ് നമ്മൾ ഉപ്പ്. ശരിക്കും ചിലവർ ഉപ്പിനെ അങ്ങനെ പൊടി പോലെ ആക്കി നല്ലോണം അതിന് പേസ്റ്റ് പോലെ ആക്കി ദേഹത്ത് തേച്ച് പിടിപ്പിച്ച് നിന്ന് കുളിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. അതിൽ കോഫി പൗഡറും മിക്സ് ചെയ്യാറുണ്ട് ചിലവർ, സിനമൺ പൗഡർ മിക്സ് ചെയ്യാറുണ്ട്, നമ്മുടെ
പട്ടയുടെ പൗഡർ, സിനമൺ പൗഡറും ചിലവർ മിക്സ് ചെയ്യാറുണ്ട്, അങ്ങനെയും ചെയ്യാം. കോഫി പൗഡർ ചെയ്യാറുണ്ട്, അതും ചെയ്യാം. മഞ്ഞപ്പൊടി മിക്സ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ കുറച്ച് മെത്തേഡ്സ് ആണ്. ഇതെല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, നിങ്ങൾ കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, വേണമെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് പോയി ബുക്ക് എടുത്തിട്ട് വന്നോളൂ. ഓക്കെ, ഇത് ഫുൾ നോട്ട് ചെയ്യാനുണ്ട്, നിങ്ങൾ കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, വൈകുന്നേരമാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, റിച്വൽ നിങ്ങൾക്ക് വൈകുന്നേരത്തേക്കാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ആദ്യത്തെ കാര്യം, കുളിക്കുമ്പോൾ ഉപ്പിട്ടിട്ട്, അല്ലെങ്കിൽ ഉപ്പിൻ്റെ കൂടെ മഞ്ഞപ്പൊടി നിങ്ങൾക്ക് മിക്സ് ചെയ്യാം, കോഫി മിക്സ് ചെയ്യാം, കോഫി പൗഡർ മിക്സ് ചെയ്യാം, സിനമൺ പൗഡർ മിക്സ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ദേഹത്ത് തേച്ച് വെച്ച് 2 മിനിറ്റ് നിന്ന് കഴുകി കളയാറുണ്ട് ചിലവർ. ഓക്കെ, അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കുളിക്കാം. ഓക്കെ, ലാസ്റ്റ് ഒഴിക്കാൻ ശ്രദ്ധിക്കാം. ഒരു ബക്കറ്റോളം വെള്ളം നിങ്ങൾ അതിനു വേണ്ടി. ഓക്കെ, അങ്ങനെ ചെയ്യാം. നിങ്ങൾക്കതൊരു ഫ്രഷ് ഫീലിംഗ് ആയിട്ട് കുറച്ച് വരും. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ ഈ പറയുന്ന റിച്വൽസ് നമ്മൾ വൈകുന്നേരത്തേക്കാണ്. ഓക്കെ, സന്ധ്യയ്ക്ക് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴായാലും കുഴപ്പമില്ല, 8-9 മണിക്ക് ശേഷം ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സന്ധ്യ കഴിഞ്ഞിട്ട് മതി. ഓക്കെ, ഐ തിങ്ക് ഒരു 8 മണി കഴിഞ്ഞിട്ട് തന്നെ മതി. കാരണം നമ്മൾ മൂണിൻ്റെ റൈസിങ് നോക്കിയ മൂണിൻ്റെ സമയം എന്ന രീതിക്ക് നമുക്ക് പറയാം. അമാവാസ്യയാണ്, മൂൺ കാണില്ല എന്നാലും. ഓക്കെ, നമുക്ക് മൂണിൻ്റെ റൈസിങ് ടൈം എന്തായാലും ഉണ്ടാവും. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. നാട്ടിൽ നിങ്ങളുടെ സ്ഥലത്ത് എത്ര മണിക്കാണ് മൂൺ റൈസിങ് എന്ന് നോക്കിയാൽ മതി. അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിർബന്ധമില്ല, അത് ജസ്റ്റ് പക്ഷേ ഒരു അപ്രോക്സിമേറ്റ് നിങ്ങൾ ഒരു 7 മണിക്ക് ശേഷം ചെയ്താൽ ഒരു 7 മണിക്ക് ശേഷം ചെയ്താൽ മതി. നിങ്ങൾ ആദ്യം ഒരു സ്പേസ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെക്കുക. എവിടെയാണ് നിങ്ങൾ ഇരിക്കാൻ പോകുന്നതെന്ന് ആദ്യമേ തീരുമാനിച്ച് വെക്കുക. പൂജാമുറിയിലോ അവിടേക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഓക്കെ. അല്ലാത്തവർക്ക് നിങ്ങളുടെ ബെഡ്റൂമിലോ നിങ്ങളുടെ എന്തെങ്കിലും റൂമോ സ്പേസോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. ആദ്യം ആ സ്പേസ് വൃത്തിയാക്കി വെക്കുക. എന്തെങ്കിലും കച്ചറ ലൈക്ക് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഒതുക്കി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് കുറച്ചൊന്ന് എനർജി ക്ലെൻസിങ് വേണ്ടിയിട്ടാണ്. ആൻഡ് നിങ്ങൾ സന്ധ്യ കഴിയുമ്പോൾ അവിടെ വിളക്ക് കൊളുത്താം. ഓക്കെ, അത് എനിവേ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം, ആദ്യം നിങ്ങൾ കയ്യും കാലും മുഖവും കഴുകുക. വൈകിട്ട് കുളിക്കുന്നവർക്ക് കുളിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഉപ്പിട്ട് കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. വൈകിട്ട് അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കയ്യും മുഖവും കഴുകി, കയ്യും കാലും മുഖവും കഴുകിയിട്ട് ഇരിക്കാം. ഓക്കെ, ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു വിളക്ക് നിങ്ങൾ കരുതുക. ഓക്കെ, ക്യാൻഡിൽ കൊളുത്താം അല്ലെങ്കിൽ വിളക്ക് കൊളുത്താം. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊളുത്തി വെക്കാം. ഓക്കെ, ആ സ്പേസ് നിങ്ങൾ അധികം ആരും ഡിസ്റ്റർബ് ചെയ്യാതെ ശ്രദ്ധിക്കുക. വാതിലടച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, പൂജാമുറിയിലാണെങ്കിലും അധികം ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇരിക്കാൻ ശ്രമിക്കാം. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ വിളക്ക് അല്ലെങ്കിൽ ക്യാൻഡിൽ ഓക്കെ കൊളുത്തി വയ്ക്കാം. കൊളുത്തി വെച്ചിട്ട് ആദ്യം വേണ്ടത് നിങ്ങൾ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ കണ്ണടച്ച് കുറച്ച് നേരം നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ബ്രീതിങ് എക്സസൈസ് പോലെ പ്രാണായാമൊക്കെ അറിയുന്നവരാണെങ്കിൽ ബ്രീതിങ് എക്സസൈസസ് അറിയുന്നവർ ചെയ്യുക. അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ എടുത്ത് വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ട്, എടുത്തൊന്ന് നോക്കാം. എൻ്റെ കയ്യിലുള്ള ലിങ്ക് വേണമെങ്കിൽ അതിൻ്റെ താഴെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, പ്രാണായാമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ജസ്റ്റ് റിലാക്സ് ചെയ്ത് നിങ്ങൾ കുറച്ച് നേരം ഇരിക്കുക, കണ്ണടച്ചിരിക്കുക. ആൻഡ് അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ മെഡിറ്റേഷൻ്റെ മ്യൂസിക്സ് എടുക്കാം. എനിക്ക് ഓൺലൈൻ കിട്ടുന്ന യൂട്യൂബിൽ ഇഷ്ടം പോലെ മെഡിറ്റേഷൻ മ്യൂസിക്കുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് വെച്ച് ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് കാമായിട്ട് ഇരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഹോപ്പോണോപ്പോണോ നമ്മുടെ 108 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. ഐ തിങ്ക് ഞാൻ പറഞ്ഞത് വീഡിയോ ഹോപ്പോണോപ്പോണോ എൻ്റെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ എവിടെയെങ്കിലും ഉള്ളത് ഞാൻ ലിങ്ക് വേണമെങ്കിൽ അതും ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, ഹോപ്പോണോപ്പോണോ നമ്മുടെ ഫൊർഗിവ്നെസ് പ്രെയർ ആണ്. ഐ എം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ളത്. അത് 108 ടൈംസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അതിൻ്റെയും വീഡിയോ ഉണ്ട്. വീഡിയോ കേട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. എനിക്ക് അപ്പോഴേക്കും അപ്ലോഡ് ആക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ നോക്കട്ടെ. 108 ടൈംസ് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ല തോന്നുന്നു. ഓക്കെ, മറന്നുപോയി. ഓക്കെ, അത് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് മന്ത്ര ഓം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം കുറേ തവണ. ഓക്കെ, ഒരു 10 മിനിറ്റോളം നിങ്ങൾ ഓം എന്ന് മാത്രം ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓം നമഃ ശിവായ എന്ന് പറയാം, ഓം എന്ന് പറയാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. ഓക്കെ, മൃത്യുഞ്ജയ മന്ത്രം അറിയുന്നവർ അത് അതും ഒരു 108 ചൊല്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് തവണയെങ്കിലും നിങ്ങളതിരുന്ന് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 5-10 മിനിറ്റ് അത് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അതെല്ലാം വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. എല്ലാം റെഡിയാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കുക. കണ്ണടച്ച് ഇത് കേട്ടോണ്ടിരിക്കുക കുറച്ച് നേരം. അങ്ങനെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഇതെല്ലാം എഴുതിയെടുത്തോളൂ. ആദ്യം കുളിക്കലിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ,
ഉപ്പിട്ട് കുളിക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. അല്ലാത്തവർ ജസ്റ്റ് കൈയും കാലും മുഖം കഴുകിയിട്ട് വന്നിരിക്കാം. വിളക്കെടുത്ത് വെക്കുക, വിളക്കോ ക്യാൻഡിലോ കൊളുത്തി വെച്ചിട്ട് ഇരുന്ന് കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആദ്യം. ആൻഡ് വിളക്ക് കൊളുത്തിയിട്ട് ആക്ച്വലി പറ്റിയാൽ നിങ്ങൾക്ക് അതിന് മുമ്പ് ചന്ദനത്തിരി കാണിച്ച് റൂമിലൊക്കെ എല്ലാവരുടെയും ക്ലെൻസ് ചെയ്യാം, പൂജാമുറി ക്ലെൻസ് ചെയ്യാം, വീട് മുഴുവൻ ഒന്ന് ക്ലെൻസ് ചെയ്യാം. ചന്ദനത്തിരിയോ സാമ്പ്രാണിയോ കൽപ്പൂരോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊളുത്തിയിട്ട് വീട്ടിലോ എല്ലാവിടെയും ഒന്ന് കാണിച്ചിട്ട് വരാം. ഓക്കെ, ഒരു എനർജി ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതൊക്കെ ചെയ്യാം. ഇത് നിങ്ങൾ ഹിന്ദുസ് ആവണമെന്നില്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, മറ്റുള്ളവർ കാണുന്നവർ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാറ് വീട്ടിൽ, അതുപോലെ നിങ്ങളൊന്ന് വീടിനെ ക്ലെൻസ് ചെയ്യുക. ജസ്റ്റ് ചന്ദനത്തിരി കാണിച്ചിട്ടോ, എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാൻഡിൽ കാണിച്ചിട്ടോ, ക്യാൻഡിലും കൊണ്ട് എല്ലാവിടെയും നടക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, വെളിച്ചം എല്ലാവിടെയും എത്തിക്കുക, കുറച്ച് പുകയ്ക്കുക, അങ്ങനെയൊക്കെ. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ഇരുന്നിട്ട് ഇപ്പോൾ ക്രിസ്ത്യൻസോ മുസ്ലിംസോ നിങ്ങൾ വാച്ച് ചെയ്യുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഇരുന്ന് നിങ്ങളുടെ ദൈവത്തിനെ പ്രാർത്ഥിക്കാം. മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് ചൊല്ലാൻ അറിയുന്നത് അത് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് കണ്ണടച്ച് കുറച്ച് നേരം നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, അത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ജസ്റ്റ് മ്യൂസിക് വെക്കാം, സൂതിങ് ആയിട്ടുള്ള മ്യൂസിക് വെച്ച് നിങ്ങളെ തന്നെ ഒന്ന് കാമാക്കി കൊണ്ടുവരാം. ഓക്കെ, സോ ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് നമുക്ക് റിച്വൽ പാർട്ടാണ്. റിച്വലിന് വേണ്ട കാര്യങ്ങൾ, ആദ്യം 3 ബേ ലീഫ് വേണം. ഓക്കെ, ഇതാണ് ബേ ലീഫ്. അറിയാത്തവർക്ക്, അറിയുന്നവർക്ക്, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടിയാൽ വൈകിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരാം. ഓക്കെ, ഇതിങ്ങനെ ഫുൾ ലീഫായിട്ട് കിട്ടും. ഓക്കെ, പറ്റുന്നതും പൊട്ടാത്തത് നോക്കി വാങ്ങുക. ഒരു പാക്കറ്റ് പൊട്ടാത്തത് ഇങ്ങനെ ഫുൾ ലീഫായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ വാങ്ങാൻ ശ്രമിക്കുക. കുറച്ച് അത്യാവശ്യം സൈഡൊക്കെ അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വിരോധമില്ല. മാക്സിമം പച്ച കളർ കുറച്ചുകൂടി പച്ചയായിട്ട് ഗ്രീനായിട്ട് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്, കാരണം അതിൽ എഴുതാൻ എളുപ്പമായിരിക്കും. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ഡ്രൈ ആണ്, വളരെ ഡ്രൈ ആയതാണ്. സോ ഇങ്ങനത്തെ എന്തെങ്കിലും ബേ ലീഫ് വാങ്ങണം. ഒരു പാക്കറ്റ് വാങ്ങി വയ്ക്കുക. അതിൽ ഒരു 3 എണ്ണം നമുക്ക് യൂസ് ചെയ്യാൻ വേണം. ഓക്കെ, 3 എണ്ണം ബേ ലീഫ്. ഓക്കെ, ഒരു പെന്ന്, ബ്ലൂ പെൻ അല്ലെങ്കിൽ മാർക്കർ ആവാം. ആക്ച്വലി ഇതിൽ എഴുതാൻ ഉപയോഗിക്കാനാണ്. സോ ബ്ലൂ, നിങ്ങൾക്ക് മാർക്കർ ടൈപ്സ് ഉണ്ടെങ്കിൽ സ്കെച്ച് പെൻ, മാർക്കർ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, ആൻഡ് ശംഖ് അല്ലെങ്കിൽ ബെല്ല് വേണം. എൻ്റെ കയ്യിൽ ശംഖ് ഉണ്ട്, പക്ഷേ ഞാൻ ഇവിടെ വെച്ചിട്ടില്ല. ബെല്ലുണ്ട്. ഓക്കെ, നമ്മുടെ മണി, എന്തെങ്കിലും തരത്തിൽ മണി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലയെന്ന് വിചാരിച്ചോളൂ, നിങ്ങൾക്ക് ശംഖിൻ്റെ സൗണ്ടോ ബെല്ലിൻ്റെ സൗണ്ടോ മറ്റേ നമ്മുടെ യൂട്യൂബിൽ അഗെയിൻ ഇതെല്ലാം ഇപ്പം എല്ലാം നമുക്ക് റെഡിമെയ്ഡ് അവൈലബിൾ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അതിനെടുത്ത് റെഡിയാക്കി വെക്കാം. ഓക്കെ, അത് നമ്മൾ അതൊന്ന് കുറച്ച് നേരം ഒന്ന് പ്ലേ ചെയ്ത് വെക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുക, അങ്ങനെ. ഓക്കെ, ഒന്ന് ക്ലെൻസ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്തിട്ട്, നമ്മൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞ് കുറച്ചൊരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇതെല്ലാം അവിടെയും ഒന്നിങ്ങനെ നമ്മൾ സൗണ്ട് ക്ലെൻസിങ് എന്ന് പറയും. ഓക്കെ, സൗണ്ട് ക്ലെൻസിങ് എന്ന രീതിയിൽ ശംഖ് ഊതിയാലും വളരെ നല്ലതാണ്, പ്യൂരിറ്റി എന്ന രീതിയിൽ പറയും. അല്ലാത്തവർക്ക് ബെൽ അറ്റ്ലീസ്റ്റ് ഈ സൗണ്ട് നല്ലതാണ്, സൗണ്ട് പ്യൂരിഫൈങ് എന്ന രീതിക്ക് പറയും. ഓക്കെ, സൗണ്ട് ക്ലെൻസിങ് എന്ന് പറയും. സോ ഇത് ചെയ്യാം. ഓക്കെ, ബെല്ല് ചെയ്യാം. പിന്നെന്താ വേണ്ടത്? ഓക്കെ, വിളക്കോർ ക്യാൻഡിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ക്രിസ്റ്റൽ ഓർ കോയിൻ. എൻ്റെ കയ്യിൽ ക്രിസ്റ്റൽസ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ക്രിസ്റ്റൽസ് ഇല്ലാത്തവർ വിട്ടേക്കുക. ഉണ്ടെങ്കിൽ നല്ലത്, അതെടുത്ത് വെക്കാം. അതിൽ ക്ലിയർ കോഡ്സ് വെക്കാം. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 7 ചക്രയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കാം. 7 ചക്ര ബ്രേസ്ലെറ്റ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, കയ്യിൽ പിടിച്ചിരിക്കാനാണ് കുറച്ച് നേരം. സോ ഒന്നുമില്ലെങ്കിൽ ക്ലിയർ കോഡ്സിൻ്റെ അല്ലെങ്കിൽ 7 ചക്രയുടെ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് കോഡ്സ് വെക്കാം. ഫോർ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് റോസ് കോഡ്സിൻ്റെ വെക്കാം, ഇതുപോലത്തെ. ഓക്കെ, ഇങ്ങനത്തെ വെക്കാം. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഒരു കോയിനെങ്കിലും എടുത്ത് വെക്കാം. ഒരു കോയിൻ, അതായത് നമ്മൾ പുതിയതായിട്ടൊരു സാധനത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ്റെ വെക്കുന്നതാണ്. ഒരു കോയിനെങ്കിലും എടുത്ത് വെക്കുക നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, ഞാനിവിടെ ക്ലിയർ കോഡ്സ് ഉള്ളതുകൊണ്ട് ഞാനിത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ലൈക്ക് കോയിൻ നിങ്ങൾക്ക് എടുത്ത് വെക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഓക്കെ, ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാൻഡിൽ ലൈറ്റ് ചെയ്തിട്ട് നിങ്ങളെല്ലാം അവിടെയും ഒന്ന് ക്ലെൻസിങ് ചെയ്യുക, നെഗറ്റിവിറ്റിയൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യുക. ഓക്കെ, ക്യാൻഡിലൊക്കെ കൊളുത്തി വെച്ച് അത് ആദ്യം തന്നെ ചെയ്യാം. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് നിങ്ങളിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് മനസ്സ് ശാന്തമായ ശേഷം ഓക്കെ, നിങ്ങൾ ബേ ലീഫ് എടുത്തിട്ടുള്ള റിച്വൽ ഞാൻ പറയാം. ബേ ലീഫ് എടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ 3 എണ്ണം ഉണ്ട്. ഓക്കെ, ആദ്യത്തെ ബേ ലീഫ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അവനവന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിനോട് പറയാം ഈ ഒരു സമയത്ത്. അപ്പം അതിനു വേണ്ടി നമുക്ക് ഇതിൽ എഴുതണം. ഓക്കെ, ഈ ബേ ലീഫിൽ എഴുതണം. ഞാനിപ്പോൾ എഴുതുന്നില്ല, ജസ്റ്റ്
പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾക്കിതിൽ എഴുതാം ഐ ആം ബ്ലെസ്ഡ് വിത്ത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം. ഓൾറെഡി അതായത് ഒന്നും വേണ്ട, ജസ്റ്റ് വേറെ ഒന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഇല്ല എന്ന് വിചാരിച്ചോളൂ. ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ സന്തോഷം എന്ന് എഴുതിയാൽ മതി. ഓക്കെ, എനിക്ക് വളരെയധികം സന്തോഷം എന്താ പറയുക നൽകിയതിന് നന്ദി യൂണിവേഴ്സ് എന്ന് പറയാം. എനിക്ക് മനസ്സിന് സമാധാനം നൽകിയതിന് നന്ദി യൂണിവേഴ്സ് എന്ന് പറയാം. എനിക്ക് സന്തോഷം തന്നതിന് നന്ദി എന്ന് പറയാം. എൻ്റെ ലൈഫിലെ എല്ലാ സന്തോഷത്തിനും നന്ദി എന്ന് പറയാം. എനിക്ക് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പൈസ കിട്ടി, അതല്ല എനിക്കൊരു ജോലി കിട്ടി, അതിന് എനിക്ക് നന്ദിയുണ്ട്. എന്നെ റിലേഷൻഷിപ്പിൻ്റെ വേറെ വരുന്നുണ്ട്. സോ ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടി പറയാം. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ നിങ്ങൾക്കൊരാഗ്രഹമുള്ളത് അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അവനവന് വേണ്ടി. ഓക്കെ, സെൽഫ് ലവ് എന്ന് പറയാം ആദ്യം. അതിനു വേണ്ടി ഒരു വിഷയം നിങ്ങൾക്ക് ആദ്യം പറയാം. ഓക്കെ, ഇതിലെഴുതാം താങ്ക് യു ഫോർ സോ ആൻഡ് സോ തിങ്. നിങ്ങൾക്ക് എന്താണോ, ഓക്കെ, ഐ ആം താങ്ക്ഫുൾ എന്ന് എഴുതുമ്പോൾ എപ്പോഴും ദൈവത്തിനോട് നന്ദി അതിൻ്റെ കൂടെ ചേർക്കാൻ ഓർക്കുക. എനിക്ക് ഓൾറെഡി കിട്ടിയ പോലെയും പറയണം എഴുതുമ്പോൾ. എനിക്ക് സന്തോഷം തന്നതിന് നന്ദി, എനിക്ക് ഹെൽത്ത് എൻ്റെ വളരെ ബെറ്റർ ആയതിന് ഞാൻ നന്ദി പറയുന്നു, ആ രീതിക്ക് എഴുതണം. ഓക്കെ, ഓൾറെഡി നടന്നു കഴിഞ്ഞ പോലെ, എനിക്ക് കിട്ടിക്കഴിഞ്ഞ പോലെ നിങ്ങൾ പറയണം. അതിന് എല്ലാത്തിനും നന്ദി പറഞ്ഞ് എഴുതാം. ഓക്കെ, രണ്ടാമത്തെ ബിലീഫിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, റിലേഷൻഷിപ്പിന് വേറെ ഉണ്ടെന്ന്. സോ നിങ്ങൾക്ക് ഒരു പേഴ്സണുമായിട്ട് ബന്ധം ശരിയാവാനായിരിക്കാം. ഓക്കെ, നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോകാനായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്ത് മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം. എന്ത് തന്നെയായാലും ശരി, റിലേഷൻഷിപ്സ് ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ബന്ധങ്ങൾക്ക് വേണ്ടി ഒരു വിഷയം നിങ്ങൾ എഴുതാം ഇതിൽ. അതായത് ഇപ്പോൾ ഒരു പേഴ്സണിനെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, ആ പേഴ്സണും ഞാനുമായിട്ട് വളരെ നല്ല അടുപ്പത്തോടെ, ഞങ്ങൾ വളരെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഞങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഞങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹത്തോടെയാണ് ഞങ്ങൾ, അതിനെല്ലാം നന്ദി. ഇതൊക്കെ ചുരുക്കി എഴുതണം, പക്ഷേ ഓക്കെ, നിങ്ങൾ വാക്കുകളെ മാറ്റി എഴുതിക്കോളൂ. ഐ ആം താങ്ക്ഫുൾ ഫോർ ദ ബ്ലെസ്സിങ് ഓഫ് എ ഗുഡ് റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് മൈ പാരൻസ്, ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് മൈ ഫ്രണ്ട്സ്, ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പേഴ്സൺ. ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ പേര് എഴുതാം. ഓക്കെ, എല്ലാം ഞാൻ പറഞ്ഞ പോലെ താങ്ക്സ് പറഞ്ഞ് എഴുതാം. ഓക്കെ, നന്ദിയുണ്ട്, എനിക്ക് ആ വ്യക്തിയുമായിട്ട് എൻ്റെ ബന്ധം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്, നന്ദി. ഓക്കെ, ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമുണ്ട്, നന്ദി. എൻ്റെ വീട്ടിലെല്ലാവരുമായിട്ട് ഞാൻ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ അതിന് നന്ദി എന്ന് അങ്ങനെ എഴുതാം. ഓക്കെ, വളരെ ചുരുക്കി എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, ഓൾറെഡി ഞാൻ നടന്നു കഴിഞ്ഞ പോലെ എഴുതാം. ഓൾറെഡി ഞങ്ങൾ തമ്മിലെല്ലാം ബെറ്ററാണ് എന്ന രീതിക്ക് എഴുതാം. സോ സെക്കൻഡ് വൺ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. ഓക്കെ, ഇതെല്ലാം ഞാൻ ഫാസ്റ്റായി പറയുന്നുണ്ട് തോന്നിയാൽ നിങ്ങൾ പോസ് ചെയ്ത് എഴുതിക്കോളൂ. മൂന്നാമത്തത് എൻ്റെ കയ്യിൽ വളരെ ചെറുതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എടുത്തു വെച്ച എന്ത് ഷേപ്പും ആവാം. ഓക്കെ, എത്ര സൈസും ആവാം. ചെറുതാവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. സോ സൂക്ഷിക്കാം, കുറച്ചെങ്കിലും വലിപ്പം ഉണ്ടെങ്കിൽ ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തതിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, ലൈക്ക് ഈ യൂണിവേഴ്സിന് വേണ്ടിയിട്ട്, ഓക്കെ, ഈ ലോകത്തിന് വേണ്ടി നിങ്ങളൊരു വിഷ് ഇടാം. ഈ ഭൂമിക്ക് വേണ്ടിയിട്ട്, ഈ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട, ഫ്രണ്ട്സ് എന്ന് സ്പെസിഫിക് അല്ല, എല്ലാവർക്കും വേണ്ടി. ഓക്കെ, യൂണിവേഴ്സിന് വേണ്ടി. അതിന് ഐ ആം താങ്ക്സ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. താങ്ക് യു ഫോർ ബ്ലെസ്സിങ് എവ്രി വൺ ഇൻ ദിസ് യൂണിവേഴ്സ്, താങ്ക് യു ഫോർ ബ്ലെസ്സിങ് എവ്രി വൺ ഇൻ ദിസ് വേൾഡ്. അങ്ങനെ എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ ആ രീതിക്ക് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി മനസ്സിൽ പ്രാർത്ഥിച്ച് ഒരു വിഷയം നിങ്ങൾ എഴുതാം. സോ 3 കാര്യങ്ങൾ നമ്മൾ എഴുതുന്നുണ്ട്. ഒന്ന്, ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് വേണ്ട ഒരു വിഷയം. നിങ്ങൾക്ക് പഠിപ്പിൽ എന്തെങ്കിലും എക്സാം ക്ലിയർ ചെയ്യണം, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വേണം. റിലേഷൻഷിപ്പിൻ്റെ കാര്യം നമ്മൾ സെക്കൻഡ് വൺ പറഞ്ഞു. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണ്ടത് നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സന്തോഷം, സമാധാനം, പീസ്ഫുൾ, നിങ്ങളുടെ മൈൻഡ് വളരെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്, അങ്ങനെ എന്തും ആവട്ടെ. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് നല്ലൊരു ജോലി, എന്തായാലും ശരി, അത് നിങ്ങൾക്ക് വേണ്ടി ആദ്യം പറയാം. സെക്കൻഡ് വൺ, നിങ്ങളുടെ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട്, പാരൻസ് ആയിട്ടായാലും ശരി, ഫാമിലി ആയിട്ടായാലും അല്ലെങ്കിൽ പേഴ്സൺ ആയിട്ടായാലും അതൊരു വിഷ് നിങ്ങൾക്ക് എഴുതാം. മൂന്നാമത്തത്, യൂണിവേഴ്സിന് വേണ്ടി എല്ലാവരെയും ബ്ലസ് ചെയ്യണേ എന്ന രീതി, ബ്ലസ് ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. സോ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്, മെയിനായിട്ട് നമ്മുടെ റിച്വൽ. ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് ആ ക്യാൻഡിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞ ശേഷം ഇത് വേണമെങ്കിൽ നിങ്ങൾക്കിതിനെ ബേൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇതിനെ കയ്യിൽ പിടിച്ച് നമ്മൾ ഓരോന്നായിട്ട് വേണമെങ്കിൽ കയ്യിൽ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എനിക്ക് കയ്യിൽ വെച്ച് കുറച്ച് നേരം അതിൽ എനർജി കൊടുത്ത് നിങ്ങൾ ആ വിഷിന് വേണ്ടി നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കാം. ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്യാൻഡിലോ നമ്മുടെ വിളക്ക് കൊളുത്തി വെച്ചിട്ട് നമ്മൾ അതിൽ തന്നെ കത്തിക്കാം. ഓക്കെ, കത്തിച്ച് ചാരമായിട്ടുള്ളതിനെ പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മളത് ചെടി, നിങ്ങളുടെ വീട്ടിൻ്റെ പുറത്ത് ചെടി, മരം,
തെങ്ങിൻ്റെ അടിയിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ ഏതെങ്കിലും ചെടികളുടെ നല്ല പൂ വരുന്ന ചെടികളുടെ അടിയിൽ എവിടെയായാലും ശരി. ഓക്കെ, അതിൻ്റെ അടിയിൽ ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ അതിലായാലും ശരി അതിൻ്റെ അടിയിലേക്ക് കുഴിച്ചിടാം. ഓക്കെ, അങ്ങനെ കുഴിച്ചിടുന്നത് വളരെ നല്ലതാണ്. അല്ലാതെ നിങ്ങൾക്ക് കത്തിക്കാൻ മനസ്സില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കുഴിച്ചിടാം. ഈ 3 എണ്ണം നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടിട്ട് ചെടിയുടെ അടിയിലോ മരത്തിൻ്റെ അടിയിലോ കുഴിച്ചിടാം. ഓക്കെ, അതിൻ്റെ നമ്മൾ പറയുന്നത് നമ്മൾ ശരിക്കും ഭൂമിയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നു എന്ന രീതിയിലാണ്. ഗ്രോത്ത്, വളർച്ച കാണിക്കുന്ന തരത്തിലാണ്. ഓക്കെ, അതൊരു വളർച്ച നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനാണ്. എന്തും നമ്മൾ കുഴിച്ചിടുമ്പോൾ അത് വളർന്ന് വലുതാവും എന്നാണല്ലോ നമ്മുടെ ഒരു ഇത്. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ സങ്കല്പിച്ച് ഇതെല്ലാം വളർന്ന് വലുതാവും എന്ന രീതിയിൽ നിങ്ങൾക്ക് സങ്കല്പിച്ച് കുഴിച്ചിടാം. ഓക്കെ, അത് രാത്രി തന്നെ സാധിച്ചാൽ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വരെ വെയിറ്റ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല, രാവിലെ പകൽ ചെയ്താലും മതി. ഇതിനെ കൊണ്ട് കുഴിച്ചിടുന്ന പകലായാലും ചെയ്യാം. ഞാൻ നെക്സ്റ്റ് ഡേ രാവിലെ എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം. രാത്രി ജസ്റ്റ് അവിടെ നിങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതി. വിളക്കിൻ്റെ എവിടെയോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സൂക്ഷിച്ച് അതിനൊന്ന് വെക്കുക. നെക്സ്റ്റ് ഡേ കൊണ്ടിട്ട് അതിനെ കുഴിച്ചിടാം. ഓക്കെ, സോ ഈവൻ കത്തിച്ച് കളയുന്നുണ്ടെങ്കിലും അതിൻ്റെ ചാരം അവിടെ വെച്ച് നെക്സ്റ്റ് ഡേ നിങ്ങൾ കൊണ്ടിട്ട് ചെടിയുടെ അടിയിൽ ഇട്ടാൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യാം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വലിയ കാര്യമായിട്ടുള്ളതൊന്നുമല്ല. നിങ്ങൾക്ക് വിഷസ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ഇന്നത്തെ ദിവസം. ഓക്കെ, ഇത് വിഷ് മാനിഫെസ്റ്റിംഗാണ്. ഇത് 3 എണ്ണം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചെയ്തോളൂ, വിരോധമില്ല. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ഇതായിട്ട് നിങ്ങൾ വിഷ് വേണമെങ്കിൽ എഴുതി മാനിഫെസ്റ്റ് ചെയ്തോളൂ, വിരോധമില്ല. ഓക്കെ, പിന്നെ മെയിനായിട്ട് പറഞ്ഞത് നമ്മൾ മെഡിറ്റേഷൻ സമയമാണ്. മെഡിറ്റേഷൻ ഒരു 10-15 മിനിറ്റെങ്കിലും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് ബ്രീതിങ് ചെയ്യുക. ഓക്കെ, മെഡിറ്റേഷൻ പോലെ ഇരിക്കുക. ഓക്കെ, പ്രാർത്ഥിക്കുക, മന്ത്ര ചാൻറ്റിങ് ചെയ്യാം. മന്ത്ര അല്ലെങ്കിൽ ഹോപ്പണോപോണോ പ്രയർ നിങ്ങൾ ചെയ്യാം. ജസ്റ്റ് എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥന വെച്ചിട്ടെങ്കിലും നിങ്ങൾ കുറച്ച് നേരം ഇരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഡെയിലി റിച്വലും കൂടി ചെയ്യാം. ആൻഡ് കഴിഞ്ഞു. ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. ചെറിയ റെമഡിയാണ്, ചെറിയ റിച്വലാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. ആൻഡ് ഇതിൽ മെയിനായിട്ട് പക്ഷേ നിങ്ങളെ തന്നെ ഒന്നും എന്താ പറയുക, ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കുളിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത്. ആൻഡ് നമ്മൾ കോഫി ഇടുന്നത് നമ്മൾ ശരിക്കും നമ്മളിലേക്ക് മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാര്യം കൂടിയാണ്. സോ കോഫി ഇട്ടിട്ട് നിങ്ങൾക്ക് കുളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, മഞ്ഞപ്പൊടി ഇടുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഈ ഫുൾ മൂൺ ന്യൂ മൂൺ വരണം എന്നൊന്നുമില്ല. ഈ കുളിക്കാൻ നിങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുക, അപ്പ് ആൻഡ് ഡൗൺ ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, സോ ഐ തിങ്ക് വേറെയും എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എടുത്ത് കാണാം. ഞാൻ സാധിച്ചാൽ ഞാൻ ഹോപ്പണോപോണോ അപ്ലോഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ, ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് ഇടാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുതിയതായിട്ടൊന്ന് ഹോപ്പണോപോണോ 108 ടൈംസ് ഇപ്പോൾ റെപ്പിറ്റേഷൻ ആക്കിയിട്ട് ഞാനൊന്ന് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അത് കേൾക്കാം. പിന്നെ എൻ്റെ ചക്ര മെഡിറ്റേഷൻ്റെ അഫർമേഷൻസിൻ്റെ ഉണ്ട്, അതെടുത്ത് കേൾക്കാം. അങ്ങനെ കുറച്ച് മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, മന്ത്രാസ് ആൻഡ് മാനിഫെസ്റ്റേഷൻസും അങ്ങനെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഫുൾ മൂണിനോ മറ്റേ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു, അതും നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാം. പക്ഷേ അതിൽ ഫുൾ മൂൺ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൽ മെഡിറ്റേഷൻ പാർട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കത് കേട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, സോ എല്ലാ വീഡിയോസും എല്ലാം നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്, എല്ലാം എടുത്ത് ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾ എനർജി അപ്പ് ആൻഡ് ഡൗൺ ഒരുപാട് ഫീൽ ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഇതൊക്കെ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അന്ന് വേറെ റിലേഷൻഷിപ്പ് റീഡിങ്ങും ഞാൻ ചെയ്യുന്നില്ല, കാരണം പറ്റിയ ഹോപ്പണോപോണോ ഒന്ന് ചെയ്യണമെന്നുണ്ട് എനിക്ക്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.